ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശ ബിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡിഗ്രി തലത്തിലെ ഫേസ് 1 എക്സാം കഴിഞ്ഞു. ഇനിയും അടുത്ത ഫേസ് എങ്ങനെയായിരിക്കും എന്ന്, അതിനെന്തൊക്കെ പഠിക്കണം തുടങ്ങിയ ആലോചനയിലാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം ഇന്ന് ഫേസ് 1 കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ ഒന്ന് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നെക്സ്റ്റ് എക്സാമിന് എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്നൊരു ധാരണയുണ്ടാകും. അപ്പോൾ നമ്മൾക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും ഈ എക്സാമിനെ ബേസ് ചെയ്തിട്ട് അനാലിസിസ് വന്നിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്ക് നോക്കാം. തൊഴിൽ വാർത്തയിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ്. രണ്ടിലും കോമൺ ആയിട്ട് വന്ന കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തതെന്ന് പറയാം. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അതും പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻറ്റ് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് പൂർണ്ണതയോടുകൂടി അല്ലായിരുന്നു വന്നത്. അപ്പം പലപ്പോഴും മലയാളം പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നവർ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ട്രാൻസ്ലേഷൻ കിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ദയവായിട്ട് ഓർത്തിരിക്കുക, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ ആദ്യം ഇംഗ്ലീഷ് തന്നെ വായിച്ച് നോക്കുക. ഇംഗ്ലീഷ് വായിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഉപകാരപ്രദമായത്. മലയാളം വായിക്കുമ്പോൾ കൺഫ്യൂഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കുന്നവരാണെങ്കിൽ സ്പീഡിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചു പോകാൻ സാധിക്കും. അതാണ് പോയിന്റ് നമ്പർ 1. രണ്ടിലും നമുക്കൊരു ഏകദേശ കട്ട് ഓഫ്, എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും ഇതായിട്ടുള്ളത്. തൊഴിൽ വീതി ഒരു 48-നും 58-നും ഇടയ്ക്ക് പറഞ്ഞപ്പോൾ തൊഴിൽ വാർത്ത 55-നും 65-നും ഇടയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളും ഒക്കെ സർവേ നടത്തുമ്പം ഈ ഒരു 48 റേഞ്ച് മുതലാണ് നമുക്കും കിട്ടിയിരിക്കുന്നത്. എന്നായിരുന്നാലും ഒരു 60 പ്ലസ് 48 തൊട്ട് 60 റേഞ്ച് വരെയാണ് ഞങ്ങളും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് എല്ലാം ശരിയാവണം എന്നൊന്നുമില്ല. കാരണം ആ ഒരു റേഞ്ച് 48 എന്ന് പറയുന്ന റേഞ്ച് തന്നെ ഒരു വലിയ ആശ്വാസമാണ് ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും, ചില റീജിയൺ കട്ടിയായിട്ട് തോന്നി. ഭൂമിശാസ്ത്രം. അപ്പം ഇപ്പം ഇനിയും സെക്കൻഡ് ഫേസിന് പഠിക്കാൻ പോകുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ജോഗ്രഫി ഇന്നലെ തൊട്ട് എൻ സി ആർ ടി ജോഗ്രഫികൾ എടുക്കുന്നു, തമിഴ് മീഡിയത്തിലെ ജോഗ്രഫികൾ എടുക്കുന്നു. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എവിടെ നിന്നായി ക്വസ്റ്റ്യൻസ് വന്നു, ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഈ തവണ ജോഗ്രഫി ആണെങ്കിൽ അടുത്ത തവണ അത് ചിലപ്പം കെമിസ്ട്രി ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതൊരു വിഷയമായിരിക്കും. PSC ഒരു ട്രെൻഡാണ് 1-2 വിഷയങ്ങൾ കുഴപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ കോൺഫിഡൻസ് അവിടെ പോകരുത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫേസിൽ നമ്മൾ കണ്ടിരുന്ന നമ്മുടെ പൊതുവിജ്ഞാനത്തിൻ്റെ ചോദ്യപേപ്പറിൽ GKയിൽ ഇപ്പോൾ ഇന്നലെ കറണ്ട് അഫയേഴ്സ് ഒന്നും വലിയ, അല്ലെങ്കിൽ കേരള നവോത്ഥാനമൊക്കെ വലിയ പ്രയാസമില്ലാത്ത ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ നമ്മളെ കുഴപ്പിക്കുന്ന ചില മേഖലകൾ വരുമെന്ന് മനസ്സിലാക്കിയിട്ട് അറിയാവുന്ന, കേരള നവോത്ഥാനമൊക്കെ ശരാശരിയിൽ താഴെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസാണ്, അത് നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നെഗറ്റീവ് വരാതെ പിടിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? നിങ്ങൾ ഇനിയും ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്ത് മാത്രം പഠനം മുന്നോട്ട് കൊണ്ടുപോകണ്ട. ബേസിക് ലെവലിലെ ക്വസ്റ്റ്യൻസും മിക്സഡ് ലെവലിലെ ക്വസ്റ്റ്യൻസും ഹയർ ലെവലിലെ ക്വസ്റ്റ്യൻസും തന്നെയാണ് PSC തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേസിക് ടു മീഡിയം പഠിച്ച ഒരു ഉദ്യോഗാർത്ഥി നെഗറ്റീവ് വരുത്താതെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പോർഷൻസ് കവർ ചെയ്ത് അടുത്ത എക്സാമിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിൻ്റെ കട്ട് ഓഫ് മറികടക്കാൻ സാധിക്കും. ആദ്യമേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു വലിയ ഇതൊക്കെ കണ്ട് നമ്മൾ കോൺഫിഡൻസ് കളഞ്ഞ് പലരും ഇന്നലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ ടീച്ചറെ ഇനി ഞങ്ങൾ സെക്കൻഡ് പേപ്പറിന് പഠിക്കുന്നില്ല, ടീച്ചറെ ഫേസ് 2 പഠിക്കണില്ല എന്ന് പറയുന്നത്. അങ്ങനെയല്ല, മനസ്സിലാക്കി ലോവർ കട്ട് ഓഫുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക, ബുദ്ധിപരമായി തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിനെ സമീപിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത്. സോ എല്ലാവരും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുക. ഫസ്റ്റ് ഫേസിൻ്റെ എക്സാംസിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് പ്രൊവിഷണൽ ആൻസർ കീ ഒക്കെ PSC ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഞാൻ താഴെ ഗ്രൂപ്പ് പിൻ ചെയ്യാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വരാൻ പോകുന്ന സെക്കൻഡ് ഫേസിന് വേണ്ടി ഈ മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ കൃത്യമായി മനസ്സിലാക്കണം, പഠിക്കണം, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ, ഈ കുറച്ച് ദിവസം കൊണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ പുതിയ ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തീർച്ചയായിട്ടും ക്രാഷ് കോഴ്സിൽ ഭാഗമാകുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. സ്റ്റഡി മെറ്റീരിയലും MCQസും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു ക്ലാസ്സുകളാണ് വരുന്നത്. ഞാനും ഉണ്ടാകും നിങ്ങളോടൊപ്പം. പുതിയ വീഡിയോസിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.